എൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ മോശമായിരുന്നു. ദിസ് ഐ വുഡ് സേ വാസ് ദ ആക്ച്വൽ ടേണിംഗ് പോയിന്റ്. ഐ ഡി നോട്ട് ഗിവ് അപ്പ്. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് അറ്റ് ദിസ് സ്റ്റേജ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. I am Sebastian Ousheph. I am a pensioner. I retired after 41 years of service. I last worked as the finance officer of Cochin University and thereafter for 1 year as the Director of Administration and Finance at VFPCK Kakinad, that is the Vegetable and Fruit Promotion Council, Kerala. My dad was in the army, so I was born and brought up outside Kerala. Born in Bangalore, commenced my schooling in Secunderabad and finished it in Bangalore. Obviously, I studied only in English medium schools. I'm very comfortable with English. I speak in English all the time. And of course, being outside the state, also in Hindi. I speak to my parents at home only in Malayalam. So when it comes to Malayalam, though I speak Malayalam at home, the tragedy is that I haven't stayed much at home. At the age of 10, I was put in a boarding school for army children in Bangalore. It's called the Rashtriya Military School today. And so it was only for the first 10 years of my life that I have really been speaking Malayalam. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ മലയാളം അത്ര ഭംഗിയൊന്നുമില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡിക്ഷൻ ഇല്ല, പ്രൊനൗൺസിയേഷനൊക്കെ മോശമായിരിക്കും. വീട്ടിൽ സംസാരിക്കും, കല്യാണം കഴിച്ച പിന്നെ ഇറ്റ് ഹാസ് ബിക്കം സ്ലൈറ്റ്ലി ബെറ്റർ ബട്ട് സ്റ്റിൽ നോട്ട് അപ് ടു ദ മാർക്ക്. അതാണ് എൻ്റെ റഫ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ ചെറുപ്പം മുതലേ സംസാരിക്കുമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ മോശമായിരുന്നു. ഇംഗ്ലീഷ് വൊക്കാബുലറി വളരെ മോശമായിരുന്നു. അത് ചെറുപ്പത്തിൽ മാത്രമല്ല, ഞാൻ സ്കൂളിൽ കഴിയുന്നവരെയും ടിൽ മൈ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈഫ് മുഴുവൻ എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു. സംസാരിക്കും, അതൊരു വർക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയാം, പക്ഷേ ആ ശരിയായ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അറിവ്, ആ വൊക്കാബുലറി ഒക്കെ ഇല്ലായിരുന്നു. ഒരു കണക്കിൽ ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇറ്റ്സ് ലൈക്ക് ദിസ്. ഫാദർ പട്ടാളത്തിലായിരുന്നു. മൈ ലവ് ഫോർ മൈ പ്രൊഫഷൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാസ് ടു ജോയിൻ ദി ഇന്ത്യൻ ആർമി. UPSC എക്സാം പാസ്സായി, ഇൻ്റർവ്യൂ സർവീസ് സെലക്ഷൻ ബോർഡ് പാസ്സായി. അൺഫോർച്ചുനേറ്റ്ലി മെഡിക്കലിൽ ഒരു ചെറിയ പ്രശ്നമുള്ള കാരണം എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല, സ്കൂളിങ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പം എൻജിനീയറിങ്ങിനോ മെഡിക്കലിനോ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു പെർസ്യൂ മൈ ഗ്രാജുവേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ 3 വർഷം എൻ്റെ BSc ഫിസിക്സ് മഹാരാജാസ് കോളേജിൽ ചെയ്തു. ഇറ്റ് വാസ് 1975 to 78. ആ കാലത്ത് ഫാമിലിയിലെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമായിരുന്നു. ഐ വാസ് റിയലി ഡെസ്പെറേറ്റ്. കാരണം ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ തീർന്നു. I did not know what will happen after that. So I had to be serious, very, very serious. And I knew that it was not just enough for me to study my graduation course, but I had to do something more than that if I have to get a job immediately after graduation. അതിനു വേണ്ടി ജനറൽ നോളജ് വേണം, ഇംഗ്ലീഷ് വേണം, ഇത് രണ്ടും വേണം. ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാൻ തീരുമാനിച്ചു. അപ്പാർട്ട് ഫ്രം ഇംഗ്ലീഷ് നോവൽസ്, ഇംഗ്ലീഷ് മാഗസിൻസ്, ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നൊരു കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു മാഗസീൻ ഉണ്ടായിരുന്നു, അത് വായിക്കുമായിരുന്നു. ഇംഗ്ലീഷ് ന്യൂസ് ട്രാൻസിസ്റ്ററിന് എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഇംഗ്ലീഷ് ഫിലിംസ് ഞാൻ കാണുമായിരുന്നു, പക്ഷേ ഐ വാസ് ബേസിക്കലി മോർ ഇൻ ടു ഹിന്ദി ഫിലിംസ്. ഐ ലൈക്ക് ഹിന്ദി ഫിലിംസ്. പുറത്തുള്ളത് കാരണം എല്ലാം പട്ടാളമായതുകൊണ്ട് ആദ്യം ഹിന്ദി ഫിലിംസ് ആയിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഫിലിംസ് മഹാരാജാസ് കോളേജ് വന്നിട്ട് കുറച്ച് കൂടുതൽ കാണാൻ തുടങ്ങി. ഏതായാലും ഇതൊക്കെ ചെയ്തിട്ടും ആഫ്റ്റർ 1 month ഐ റിയലൈസ് ദാറ്റ് ഐ വാസൻറ്റ് റിയലി എൻജോയിങ് റീഡിങ് ദീസ് പേപ്പേഴ്സ്, എൻജോയിങ് റീഡിങ് നോവൽസ്, ബുക്സ്, മാഗസിൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ വൊക്കാബുലറി വാസ് വെരി ബാഡ്. ഒബ്വിയസ്ലി വൺസ് യു ആർ നോട്ട് ഗുഡ്, യു ഡോണ്ട് നോ ദ മീനിങ് ഓഫ് എ വേർഡ്, അത് പിന്നെ ആ പേപ്പർ വായിച്ചിട്ട് ഒന്നും പിടികിട്ടാൻ പോകുന്നില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഐ റിയലൈസ് ദാറ്റ് ഐ ഹാവ് ടു മേക്ക് എ കോഴ്സ് കറക്ഷൻ. ഇത് പോരല്ലോ. ദിസ് ഐ വുഡ് സേ വാസ് ദ ആക്ച്വൽ ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ഞാൻ തീരുമാനിച്ചു, ഞാൻ ചെന്ന് ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് വാങ്ങി. എന്നിട്ട് ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാൻ ആ പേപ്പർ വായിക്കുമായിരുന്നു. എസ്പെഷ്യലി ദ എഡിറ്റോറിയൽ ആൻഡ് ദ സെൻട്രൽ പേജ് ആർട്ടിക്കിൾസ്. അത് മാത്രം ഞാൻ ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അത് വായിക്കുമായിരുന്നു. വായിക്കുമ്പം ഓക്കെ, എനിക്ക് അറിയാൻ പാടില്ലാത്ത വാക്കുകൾ മുഴുവൻ ഞാൻ അണ്ടർലൈൻ ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 5 words മിനിമം, സമയമുണ്ടെങ്കിൽ ഒരു 10 words മാക്സിമം, അതിൽ കൂടുതൽ എടുക്കില്ല. ആ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഞാൻ എൻ്റെ ബുക്കിലേക്ക് എഴുതും. എന്നിട്ട് അന്ന് ഇൻ്റർനെറ്റും ഗൂഗിളൊന്നും ഇല്ലല്ലോ, അപ്പം ആ ഹാർഡ് കോപ്പി ഡിക്ഷണറി എടുത്ത് അതിൻ്റെ മീനിങ്സ് ഒക്കെ നോക്കി എൻ്റെതായ രീതിയിൽ ഞാൻ ഈ ബുക്കിലേക്ക് അങ്ങ് എഴുതും. എന്നിട്ട് വീണ്ടും ഈ എഡിറ്റോറിയലും ഈ ആർട്ടിക്കിൾസൊക്കെ വായിക്കും, ഈ സാധനം വെച്ചുകൊണ്ട് ഈ മീനിങ്സ് എഴുതിയത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഐ കുഡ് ഗെറ്റ് എൻ ഐഡിയ. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ദ സെക്കൻഡ് ഡേ വാട്ട് ഐ യൂസ് ടു ഡു വാസ്, apart from writing just 5 or 10 new words, I used to necessarily go back to the previous day's writings, notes of those 5 things and just run through them. ഇരുന്ന് ആദ്യം പഠിക്കില്ല, പക്ഷേ അത് ഓരോ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്ന് ഐ യൂസ് ടു റൺ ത്രൂ. നൗ ജസ്റ്റ് ഇമാജിൻ, 1 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും?
ഞാൻ 5 പുതിയ വാക്ക് എൻ്റെ ബുക്കിലേക്ക് എഴുതുമ്പം ഒരു 150 വേർഡ്സ് നേരത്തെ എഴുതിയത് മുഴുവൻ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. അത് എല്ലാം നമുക്ക് നോക്കാൻ പറ്റുക. എന്നിരുന്നാലും ഞാൻ പുറകോട്ട് പോയി നോക്കുമായിരുന്നു. ഐ ഡി നോട്ട് ഗിവ് അപ്പ്. കാരണം ദിസ് വാസ് ദ ഓൺലി വേ ഐ കുഡ് റിയലി ട്രൈ ടു ഇംപ്രൂവ് മൈ വൊക്കാബുലറി. ഐ ന്യൂ ദാറ്റ്. ഇത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പം ഏതാണ്ട് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും യു നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി. യുവർ ബുക്സ് 2 books will be almost full. But I did not give up. I still continued with the exercise. But you know one thing, after 6 months, I started noting the change. Because whenever I took the newspaper and read it, എത്ര ബുദ്ധിമുട്ടോടെ വാക്ക് വന്നാലും എനിക്കറിയാം, എനിക്ക് ഓർമ്മ വരും, ഞാൻ ഈ വാക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ ബുക്കിൽ. സോ ഐ യൂസ് ടു സ്റ്റോപ്പ് ദെയർ. വീണ്ടും ഡിക്ഷണറി നോക്കും, അല്ലെങ്കിൽ എൻ്റെ ബുക്ക് നോക്കും, ഒന്ന് റിവൈസ് ചെയ്യും. ആഫ്റ്റർ 6 months വാട്ട് ഹാപ്പൻ വാസ്, എന്ത് വായിച്ചാലും എനിക്ക് ആ വാക്ക് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. ഐ യൂസ് ടു ഗോ ബാക്ക്, റീഡ് ഇറ്റ്. ഈ റിപ്പീറ്റേഷൻ കാരണം I tell you, after 1 year, I could feel the improvement in my English vocabulary. And that difference was noticeable because I could read now much faster. Because I knew the meanings were very comfortable. I could easily get the meanings. I could read my novels and my English other books very easily. I could read magazines much faster. So I could read more and more as time went by. By the time I was in the 2nd year, I think I was fairly comfortable with my standard of English, because I did not find much of difficulty in actually trying to understand words. This was how I basically improved my English. But if you ask me, even at this point of time, while my vocabulary in English is pretty okay, I would say, I still speak English the typical Indian way. I don't speak English the English way. As far as I am concerned, that is because I didn't go for my higher studies abroad. I was not looking for a job abroad. I was not looking to settle abroad. So, ഒരു ഇംഗ്ലീഷ് ഇല്ലെങ്കിലും, ഒരു ഇംഗ്ലീഷ് ആക്സെൻ്റ് ഉള്ള സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും, it was okay, because I was sure that I am going to stay in India, and my Indian English was good for me. But നിങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട്, you youngsters, if you are aiming to do your higher studies abroad, if you wish to do a job outside the country, especially in English-speaking countries, if you wish to settle abroad, then you have the additional task not only of improving your vocabulary, but also making an effort to learn to speak English the English way. That's the only thing which can really make you successful in your pursuit to go abroad, to settle, to do your studies, to do your job, whatever. It's very much possible. I can tell you this because even at this age, if I wish to really speak English the English way, I'm sure I can do it. I don't have to, that's a different thing. But if I try for that, I'm sure with a very conscious effort, I can do it. If I can do it at this age, just think about yourself. You can do it very, very easily. Obviously, what you require is that push to do it, the determination and the willpower. If you have these 3 things, take it from me, your English will definitely be awesome.